വായനാ ദിനത്തോടനുബന്ധിച്ച് വയത്തൂർ യു പി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ വായനാ വാരാഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ സ്കൂൾ അസംബ്ലി ഹാളിൽ നടന്ന ചടങ്ങിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ആലപിച്ച പ്രാർത്ഥനാ ഗാനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ചടങ്ങിൽ ഷാൻഡി ജോസ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ ഹെഡ്മാസ്റ്റർ തോമസ് എൻ ജെ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പുസ്തക വായനയിലൂടെ മാത്രമേ കുട്ടികളിൽ സർഗാത്മകതയും വിവേകവും വളർത്താൻ സാധിക്കൂ എന്ന് അദ്ദേഹം തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. ലിസ്കോ വായനശാലയിലെ പ്രമുഖ വ്യക്തിത്വമായ രാമചന്ദ്രൻ മാസ്റ്റർ വായനാ വാരാഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ PN പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് ബേബി ട്വിങ്കിൾ ടീച്ചർ സംസാരിച്ചു. വിദ്യാർത്ഥിയായ ഏബൽ ജോൺ ആലപിച്ച മനോഹരമായ ഗാനം സദസ്സിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ പുതുതായി ഒരുക്കിയ ജ്ഞാനതീരം റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം രാമചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. തുടർന്ന് നടന്ന പുസ്തക പരിചയ ചടങ്ങിൽ അൻവർ CP, റെൻസി ഫിലിപ്പ് എന്നിവർ പുസ്തകങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി സംസാരിച്ചു. ചടങ്ങിൽ 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ പ്രകടനം ഏറെ ആകർഷകമായിരുന്നു. അവർ അവതരിപ്പിച്ച ആക്ഷൻ സോങ്ങും അവർ തന്നെ തയ്യാറാക്കിയ അക്ഷരവീട് എന്ന കുഞ്ഞെഴുത്തു പുസ്തകത്തിന്റെ ഉദ്ഘാടനവും വേദിക്ക് പുതുജീവൻ നൽകി. സ്കൂളിന്റെ സർഗാത്മകമായ മുന്നേറ്റങ്ങൾക്ക് പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് സ്കൂൾ റേഡിയോ ആയ വൈത്തൂർ വൈബ്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഹെഡ്മാസ്റ്റർ NJ തോമസ് നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ കുട്ടികളുടെ വിവിധ കലാസാഹിത്യ പരിപാടികൾ റേഡിയോ വഴി പ്രക്ഷേപണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. പരിപാടിക്ക് ജോണിക്കുട്ടി ജോസഫ് നന്ദി പറഞ്ഞു. വായനാ വാരത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ സ്കൂളിൽ ക്വിസ്, ഉപന്യാസ രചന, അക്ഷര ശ്ലോക മത്സരം, കഥാരചന, കവിതാരചന, പ്രസംഗ മത്സരം, വായനാ മത്സരം, കഥാകഥനം തുടങ്ങിയവ വിദ്യാർത്ഥികൾക്കായും അമ്മ വായന, പുസ്തകാസ്വാദനം എന്നീ മത്സരങ്ങൾ രക്ഷിതാക്കൾക്കായും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജൂൺ 19 കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും വായനയുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതുപോലെ കേരളത്തിലെ ആയിരക്കണക്കായ ഗ്രന്ഥശാലകൾ ഇന്ന് മുതൽ ജൂലൈ 7 വരെ നീണ്ടു നിൽക്കുന്ന വായന പക്ഷാചരണം, 14 ദിവസം നീണ്ടു നിൽക്കുന്ന വായന പക്ഷാചരണത്തിനും ആരംഭം കുറിക്കുകയാണ്. ഈ വിദ്യാലയം ഇപ്പോൾ പരാമർശിച്ചതുപോലെ ഒരു വായനാ വർഷമായിട്ടാണ് വായനയുടെ നിരവധിയായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുള്ളത്. അത് വളരെ മഹത്തായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്.